ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇങ്ങനെ ജേക്കിയും മധുബാലയും തമ്മിൽ കാണുകയാണ്. മധുബാല എന്നിട്ട് ജേക്കിയോട് ചോദിക്കുന്നുണ്ട്, അഡ്വക്കേറ്റ് അർച്ചന ദേവിയും അവരുടെ മകളും നിങ്ങളുടെ ഭാര്യയും മകളുമാണോ? ഇത്ര വർഷമായി നിങ്ങൾ ഈ ബന്ധം തുടങ്ങിയിട്ട് നാട്ടിലേക്ക് നിങ്ങളിപ്പോ വന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലായി എന്ന് മധുബാല പറയുമ്പോൾ ജേക്കെ പറയുന്നുണ്ട്, മതി നിർത്ത്. അഡ്വക്കേറ്റ് അർച്ചന ദേവി ആരാണെന്ന് നിങ്ങൾക്കറിയോ? അനവും മര്യാദയുമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അവര്. അനംകെട്ട് ജീവിക്കുന്ന നിങ്ങൾക്ക് ആ സ്ത്രീയുടെ അടുത്തുപോലും വരാനുള്ള യോഗ്യതയില്ലെന്ന് പറയുമ്പോൾ മധുബാല പറയുന്നുണ്ട്, എനിക്കെല്ലാം മനസ്സിലായി. ആയിരുന്നു എനിക്ക് നിങ്ങളിൽ നിന്ന് അറിയേണ്ടിയിരുന്നത്. അഡ്വക്കേറ്റ് അർച്ചന ദേവിയും മകളും നിങ്ങൾക്കിപ്പോൾ ലഹരിയായി മാറിക്കഴിഞ്ഞു. ലഹരി ഇനി വിട്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അർച്ചനയുടെ മകളുടെ പ്രായം വെച്ച് നിങ്ങൾക്ക് ഈ ബന്ധം എപ്പോ തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി എന്ന് മധുബാല പറയുമ്പോൾ വീണ്ടും ജെകെ ദേഷ്യപ്പെടുകയാണ്. മതി നിർത്ത്, ഇനി ഒരു അക്ഷരം പോലും അർച്ചന ദേവിയെ കുറിച്ച് നിങ്ങൾ പറയരുത്. എനിക്കിനിയും അവരെ കുറിച്ച് പറയാനുള്ള ഒരു അർഹതയുമില്ല. ഇതെല്ലാം അറിയാനാണോ നീ ഇപ്പോൾ എന്നെ കാണണമെന്ന് പറഞ്ഞത്? എങ്കിൽ പിന്നെ എനിക്ക് നിന്നോട് ഒന്നും പറയാനുള്ള താല്പര്യമില്ല. നീ കോളേജിൽ വന്നാൽ ജോലിയും വേണ്ടെന്ന് വെച്ച് ഞാൻ പോവും. നീ എന്റെ ഭൂതകാലം തേടി നടക്കുകയല്ലേ? എന്നിട്ട് നീ എന്താണ് നേടിയത്? ഈ വലിയ CBI അല്ലേ എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കേ. തൽക്കാലം ഞാൻ പറഞ്ഞിട്ട് നീ ഒന്നും അറിയാൻ പോകുന്നില്ല. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാൻ നിനക്ക് ഈ ജന്മം പോരാ. നീയും ഞാനിവിടെ നിന്നാൽ ഞാനല്ലാതാവും എന്നും പറഞ്ഞുകൊണ്ട് ജെകെ അവിടെ നിന്നും പോവുകയാണ്. എന്നാൽ വീണ്ടും മധുബാല ജെകെ വിളിക്കുന്നുണ്ട്. ജെകെ, അഡ്വക്കേറ്റ് അർച്ചന ദേവിയും മകളും ആരാണെന്ന് നിങ്ങൾ പറയില്ലാലേ എന്ന് വീണ്ടും മധുബാല ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ തന്റെ കയ്യിലുള്ള മദ്യമെടുത്തു കുടിച്ചുകൊണ്ട് അത് തുപ്പിയിട്ട് അവിടെ നിന്നും ദേഷ്യത്തോടെ പോവുകയാണ്. പിന്നുവാണെങ്കിൽ ആ ചിത്രകാരന് തന്റെ മനസ്സിലുള്ള രൂപങ്ങളും ഭാവങ്ങളെല്ലാം വെച്ചുകൊണ്ട് ജെകെയെ വരയ്ക്കാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ചിത്രകാരൻ വരയ്ക്കുന്നുമുണ്ട്. ദീപ്തിയും അർച്ചനയുമാണെങ്കിൽ ജെകെയെ കാണാനുള്ള ആകാംക്ഷയോടെ അങ്ങനെ നിൽക്കുകയാണ്. വരച്ചു കഴിഞ്ഞതിന് ശേഷം ആ ചിത്രകാരൻ പറയുന്നുണ്ട്, ഇപ്പൊ നോക്കാൻ വരട്ടെ, ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞ് ചിത്രത്തിൽ പെയിന്റ് ചെയ്യാനായി നിൽക്കുമ്പോഴാണ് ആ പെയിന്റ് മുഴുവനും ആ ചിത്രത്തിലേക്ക് വീഴുന്നത്. അതോടെ ജെകെയുടെ മുഖം അവർക്ക് കാണാൻ പറ്റാതാവുകയാണ്. എന്നാൽ ഇത് കണ്ട് ദീപ്തിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. എടോ, താൻ എന്ത് പണിയാണ് ചെയ്തത്? നമുക്ക് എന്തായാലും ഈ ഫോട്ടോ കാണണം, അതുകൊണ്ട് താൻ ഒന്നുകൂടി വരയ്ക്കുമെന്ന് പറയാണ്. അർച്ചനപ്പ പറയുന്നുണ്ട്, വേണ്ട ദീപ്തി, അയാളെ വിട്ടേക്ക് എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് 2 പോലീസുകാർ എത്തുകയാണ്. പോലീസുകാർ വന്നതും ആ ചിത്രകാരനെ പിടിച്ചുകൊണ്ട് പോവാനായി നിൽക്കുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് അയാളെ പിടിച്ചുകൊണ്ട് പോകുന്നത്? അയാൾ എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അതിലൊരു പോലീസുകാരൻ പറയുന്നുണ്ട്, ഇയാളെ ഒരിക്കലും വിശ്വസിക്കരുത്. ചിത്രം വരയ്ക്കുമെന്ന പേരിൽ സ്ത്രീകളുടെ സ്വർണ്ണമാലകൾ മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണ് ഇയാളുടെ പണി എന്നും പറഞ്ഞുകൊണ്ട് ആ ചിത്രകാരനെ പോലീസുകാർ പിടിച്ചുകൊണ്ടു പോവുകയാണ്. അർച്ചനയും ദീപ്തിയും ചിന്നുവാണെങ്കിൽ അത് കണ്ട് ഞെട്ടിത്തരിച്ചങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം വിജയശങ്കർ ആണെങ്കിൽ പുറത്തുപോയ ചന്ദ്രയെയും രുക്കുവിനെയും വെയിറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അവർ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങോട്ടാണ് പോയതെന്ന്. അപ്പൊ പറയുന്നുണ്ട്, ഞങ്ങളൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതിന് പോയിട്ട് വരികയാണെന്ന് പറയാണ്. രുക്കു അപ്പൊ ചോദിക്കുന്നുണ്ട്, വിജയേട്ടൻ വന്നിട്ട് ഒരുപാട് നേരായോ എന്ന് ചോദിക്കുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, കുറച്ചു നേരമായി. എന്തു പറയുന്നു? അവൻ വിളിച്ചോ? അവന് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, ഇപ്പോഴും അവനെ ഫോണിൽ വിളിച്ചു കിട്ടുന്നില്ല. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വിളിച്ചാലും അധിക നേരം ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. അവനെന്തോ വല്ലാതെ നിരാശയുള്ളതുപോലെ തോന്നുന്നു എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഇങ്ങനെ നിരാശപ്പെട്ടതുകൊണ്ട് എന്താണ് കാര്യം? ട്രെയിനിങ് പൂർത്തിയാക്കേണ്ടതല്ലേ? പോലീസ് ഉദ്യോഗസ്ഥനാവണമെങ്കിൽ നന്നായി കഷ്ടപ്പെടണം. വെറുതെ വിശ്രമിച്ചുകൊണ്ടിരുന്നാൽ ആരെങ്കിലും ജോലി താലത്ത് കൊടുന്നിങ്ങോട്ട് തരുമോ? രുക്കു, എന്തായാലും ട്രെയിനിങ്ങിനിടെ അച്ചു ചാടിപ്പോവാതെ വരാൻ നീയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, ഇതിനുള്ള ധൈര്യമൊന്നും അച്ഛനില്ല ചേച്ചി, അതുകൊണ്ട് ചേച്ചി പേടിക്കണ്ട എന്ന് പറയുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, അവൻ അങ്ങനെ ഇങ്ങനെയൊന്നും ഇങ്ങോട്ടേക്ക് വരില്ല. നിങ്ങളോട് 2 പേരോടും ഗൗരവമായി ഒരു കാര്യം പറയാനുണ്ട്. പോലീസ് ട്രെയിനിങ് പൂർത്തിയായിട്ട് വരുന്നതിന് മുന്നേ എനിക്ക് അമ്പാട്ട് വീട്ടിൽ കുറച്ച് പ്ലാനുകൾ നടപ്പിലാക്കാനുണ്ട്. ഇതിന്റെ ഭാഗമായി രുക്കു അമ്പാട്ട് വീട്ടിൽ പോയി താമസിക്കണം എന്നങ്ങനെ വിജയശങ്കർ പറയുമ്പോൾ ചന്ദ്രയും രുക്കും ആകെ ഷോക്കാവുന്നുണ്ട്. ചന്ദ്ര എന്നിട്ട് ചോദിക്കുന്നുണ്ട്, വിജയേട്ടൻ എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങൾ എങ്ങനെയാണ് അച്ചു ഇല്ലാതെ അമ്പാട്ട് വീട്ടിൽ പോയി താമസിക്കുന്നത്? എല്ലാ കാര്യങ്ങളും വിജയേട്ടന് അറിയാവുന്നതല്ലേ? ഇവിടെ ആ മുകുന്ദനുണ്ട്, ഇങ്ങോട്ടേക്ക് വന്നത് എന്താണെന്ന് വിജയേട്ടന് അറിയാവുന്നതല്ലേ? വിജയേട്ടൻ ഇത്ര പെട്ടെന്ന് എല്ലാം മറന്നുപോയോ എന്ന് ചോദിക്കുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, അമ്പാട്ട് വീട് ഇവളുടെ ഭർത്താവിന്റെ വീടല്ലേ, താമസിക്കാനുള്ള അവകാശം ഇവൾക്കുണ്ട്. വിജയശങ്കർ പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, അത് വിജയേട്ടൻ പറഞ്ഞത് ശരിയാണ്, പക്ഷേ ചുല്ലാത്ത സമയത്ത് അമ്പാട്ട് വീട്ടിൽ പോയി താമസിക്കാൻ എന്നെ കൊണ്ടാവില്ല. എന്നൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ എന്ന് രുക്കു പറയുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, എന്റെ മാനസികാവസ്ഥയ്ക്ക് ഒരു മാറ്റം
വരണം, അതിനുവേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ അങ്ങോട്ടേക്ക് പോവേണ്ടത് നമ്മുടെ ആവശ്യമാണെന്ന് വിജയശങ്കർ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എന്താവശ്യമാണെങ്കിലും ശരി, ഇത് ന്യായമായി തോന്നുന്നില്ല. മുകുന്ദനും ഇവളും തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നമല്ലേ ഉണ്ടായിട്ടുള്ളത്. പേരിൽ അനിയനും ചേട്ടനും തമ്മിൽ അടിയും ലഹളയും എല്ലാം ഉണ്ടായതല്ലേ. സ്ഥിതിക്ക് ഇവള് മാത്രം അമ്പാട്ട് വീട്ടിൽ പോയി താമസിക്കുന്നത് ഒട്ടും സേഫ് അല്ല എന്നങ്ങനെ ചന്ദ്ര പറയുമ്പോൾ രുക്കും പറയുന്നുണ്ട്, ഈ കാര്യം അച്ചുവിനോട് പറഞ്ഞാൽ അച്ചു എന്നോ അവിടെ പോയി താമസിക്കാൻ ഒരിക്കലും സമ്മതിക്കില്ലെന്ന് പറയുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, നീ പറയണ്ട, അച്ചു ട്രെയിനിങ്ങിന് പോകുന്ന ദിവസം നിങ്ങൾ രണ്ടുപേരും കൂടി അവിടെ പോയതല്ലേ, എന്ന് വെച്ചാൽ നീ അങ്ങോട്ടേക്ക് പോകുന്നത് കൊണ്ട് അച്ചുവിന് ഒരു എതിർപ്പുമില്ലെന്നല്ലേ. നീ എന്തായാലും അച്ചുവിനോട് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കണം എന്ന് വിജയശങ്കർ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ശരി, അച്ചു ഇവളെ പോവാൻ സമ്മതിച്ചു എന്നിരിക്കട്ടെ, എങ്കിലും ഇവൾ അമ്പാട്ടിലേക്ക് പോയാൽ അർച്ചന ഇവളെ കേട്ടുമെന്ന് എന്താണ് ഉറപ്പ്? എന്തായാലും ഇവളെ അവിടെ താമസിപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. ചന്ദ്ര പറയുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, ഈ കാര്യത്തിൽ അർച്ചനയുടെ സമ്മതം എന്തിനാണ്? അവൾ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ കോർട്ട് ഓർഡർ വാങ്ങി ഇവളെ അവിടെ കേറ്റും. വീട്ടിൽ ഇവൾ താമസിക്കുന്നതിന് സുരക്ഷിതത്വവും ഞാൻ ഉറപ്പാക്കും. അങ്ങനെ വിജയശങ്കർ പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, ഏട്ടാ, എനിക്കിതിനെ കുറിച്ചൊന്ന് ആലോചിക്കണമെന്ന് പറയുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, നീ ആലോചിച്ചോളോ, സമയം വേണമെങ്കിലും എടുത്തോ, പക്ഷെ നീ അങ്ങോട്ടേക്ക് പോകേണ്ടി വരും, നാളെ എന്റെ പ്ലാൻ നടപ്പിലാവൂ എന്ന് പറഞ്ഞ് വിജയശങ്കർ അവിടെ നിന്നും പോവുകയാണ്. രുക്കു ആണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിൽപ്പെട്ട അവസ്ഥയിലാണ്. ചന്ദ്രേച്ചി, ഞാനിനി എന്തു ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഈ കാര്യം ഓർത്ത് ഇപ്പൊ തന്നെ ടെൻഷൻ ആവണ്ട, ജേട്ടൻ ഒരു അഭിപ്രായം പറഞ്ഞതല്ലേ ഉള്ളൂ, ജേട്ടൻ എന്താണ് മനസ്സിൽ ഉദ്ദേശിച്ചതെന്ന് നമുക്കറിയില്ലല്ലോ, എന്തായാലും നമുക്ക് നോക്കാമെന്ന് ചന്ദ്ര അങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് രുക്കുവിനെ. പിന്നീട് ജെക്ക് ആണെങ്കിൽ ഒരു സ്ഥലത്തിരുന്ന് അങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ആ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റായ സുമേഷ് വരുന്നത്. സുമേഷ് ഒരു മദ്യക്കുപ്പിയുമായിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് അത് ജെക്കിക്ക് കൊടുത്തുകൊണ്ട് ഞാൻ സാറിന് വേണ്ടി വാങ്ങിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ തന്നെ തന്റെ പോക്കറ്റിൽ നിന്ന് ക്യാഷ് എടുത്ത് അയാൾക്ക് കൊടുക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട സാറേ, ഞാനിത് എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി സാറിന് വാങ്ങിയതാണെന്ന് പറയുമ്പോൾ ജെക്കി പറയുന്നുണ്ട്, അങ്ങനെ ആരുടെയും ഔദാര്യം വേണ്ട, താൻ ഈ ക്യാഷ് വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ ഇട്ട് കൊടുക്കുകയാണ് ക്യാഷ്. സുമേഷ് എന്നിട്ട് ജെക്കിയോട് പറയുന്നുണ്ട്, സാർ ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്നിട്ട് എങ്ങനെയാണ് എഴുതുന്നത്? അല്ലെങ്കിലും സാർ ഒരു അധ്യാപകനല്ലേ, അതുകൊണ്ട് കുറച്ച് നല്ല പ്ലേസ് തന്നെ വേണ്ടേ സാറിന് താമസിക്കാൻ? നോവൽ എഴുതാൻ സാറിന് എന്തായാലും ഈ ഒരു അന്തരീക്ഷം മതിയാവില്ല. ഞാൻ MD-യോട് സംസാരിച്ച് എങ്ങനെയെങ്കിലും സാറിന് ആ ഹോട്ടലിൽ തന്നെ റൂം എടുത്തു തരാമെന്ന് പറയുമ്പോൾ ജെക്കി പറയുന്നുണ്ട്, അതിന്റെ ആവശ്യമില്ല, ഞാൻ ഇനി ആ ഹോട്ടലിലേക്ക് വരില്ല, എനിക്ക് അവിടെ താമസിക്കാൻ ഒട്ടും താല്പര്യമില്ല, ഞാൻ അയാളോട് പറഞ്ഞിട്ടാണ് അവിടെ നിന്നും ഇറങ്ങി വന്നതെന്നൊക്കെ ജെക്കി അങ്ങനെ പറയുമ്പോൾ സുമേഷ് പറയുന്നുണ്ട്, സാർ ടെൻഷൻ ആവണ്ട, ആ ഹോട്ടൽ വേണ്ട, ഞാൻ വേറൊരു സ്ഥലം സാറിന് കണ്ടുപിടിച്ചു തരാം. സാറിന് നോവൽ എഴുതാൻ എങ്ങനെയുള്ള സ്ഥലമാണ് വേണ്ടതെന്ന് ജെക്കിയോട് ചോദിക്കുമ്പോൾ ജെക്കി സുമേഷിനോട് പറയുന്നുണ്ട്, എനിക്ക് ആരും ശല്യപ്പെടുത്താത്ത ഒരു സ്ഥലമാണ് വേണ്ടത്, പെട്ടെന്ന് തന്നെ തേടി പിടിച്ചു വരരുത്, ഏതെങ്കിലും ഒറ്റപ്പെട്ട വീടായാൽ അത്രയും സൗകര്യമെന്ന് ജെക്കി പറയുമ്പോൾ സുമേഷ് പറയുന്നുണ്ട്, സാറ് പറഞ്ഞതുപോലെ ഒരു സ്ഥലമുണ്ട്, സാറിന് പറ്റിയ സൗകര്യമുള്ള സ്ഥലമാണത്, വീട് വാടകയ്ക്ക് കൊടുക്കുമോ എന്നൊന്നും എനിക്കറിയില്ല, എനിക്ക് പരിചയമുള്ള കെയർ ഓഫിലുള്ള ഒരു വീടാണത്, എന്തായാലും ഒന്ന് അന്വേഷിക്കട്ടെ. അങ്ങനെ സുമേഷ് ജെക്കിയോട് പറയാണ്. ജെക്കി അപ്പൊ ശരിയെന്നും പറയുന്നുണ്ട്. അതിനുശേഷം ചിന്നു ബസ് സ്റ്റോപ്പിൽ അങ്ങനെ ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ആര്യ വരുന്നത്. ആര്യയെ കാണുന്നതും ചിന്നുവിന് വളരെ സന്തോഷാവുന്നുണ്ട്. നീ എന്താ ട്യൂഷന് വന്നതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആര്യ അതെ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ഫോണിലേക്ക് നോക്കുകയാണ്. ചിന്നുവിന് അപ്പോൾ ആര്യ സംസാരിക്കാതിരിക്കുമ്പോൾ ആകെ സങ്കടാവുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ചിന്നുവിന്റെ 2 ഫ്രണ്ട്സ് വരുന്നത്. അവരെന്നിട്ട് ചിന്നുവിനോട് പറയുന്നുണ്ട്, ഇവിടെ ഫുള്ളും പൂവാലന്മാരുടെ ശല്യമാണ്, എന്റെ അമ്മാവൻ SI ആയിട്ട് വന്നിട്ട് വേണം അവരേക്ക് അടിച്ചോടിക്കാൻ എന്ന് ചിന്നുവിനോട് അവര് പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, എന്തായാലും എന്റെ കുഞ്ഞമ്മാവൻ പോലീസായിട്ട് വരും, ഇവിടെ തന്നെ ആയിരിക്കും എന്റെ കുഞ്ഞമ്മാവന് പോസ്റ്റ് കിട്ടുന്നത്, അവിടെ നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട എന്നൊക്കെ ചിന്നു അങ്ങനെ പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ട് ആര്യ ചിന്നുവിന്റെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട്, അവളുടെ കുഞ്ഞമ്മാവന് ഇവിടെ തന്നെ ജോലി കിട്ടുമെന്ന് ആരാണ് പറഞ്ഞത്? അവളുടെ കുഞ്ഞമ്മാവന് ഇവിടെ പോസ്റ്റ് കിട്ടാൻ ഒരു ചാൻസുമില്ല, ഇവിടെ SI ആയി വരാൻ പോകുന്നത് എന്റെ അങ്കിളാണ്, അച്ചു അങ്കിൾ. ഇപ്പോ ഇവളുടെ വീട്ടിൽ അമ്പാട്ടിലല്ല താമസിക്കുന്നത്, ചന്ദ്രകാന്തത്തിലാണ്, അതുകൊണ്ട് ഞാനും എന്റെ വീട്ടുകാരും പറയുന്നത് മാത്രമേ അങ്കിൾ കേൾക്കൂ എന്നെല്ലാം ആര്യ അങ്ങനെ പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, എന്റെ കുഞ്ഞമ്മാവനായിട്ടാണ് നിനക്ക് അങ്കിളായത്, ഞാൻ പറയുന്നത് മാത്രമേ എന്റെ കുഞ്ഞമ്മാവൻ കേൾക്കൂ എന്ന് പറയുമ്പോൾ ആര്യ ഒട്ടും തന്നെ വിട്ടുകൊടുക്കുന്നില്ല. എന്നിട്ട് ചിന്നുവിന്റെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട്, ഇവൾ പറയുന്നത് ആരും വിശ്വസിക്കരുത്, ഞാൻ പറയുന്നത് മാത്രമേ എന്റെ അങ്കിൾ കേൾക്കൂ എന്ന് പറഞ്ഞ് ആര്യ ഒരു ഓട്ടോ നിർത്തിക്കൊണ്ട് അതിൽ കയറി പോവുകയാണ്.
ചിന്നുവിനോട്. എന്നിട്ട് ചിന്നുവിന്റെ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട്, ചിന്നു നിന്റെ സിസ്റ്റർ അല്ലേ അത് എന്ന് ചോദിക്കുമ്പോൾ ചിന്നു ആകെ സങ്കടപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, അതെ അവളെന്റെ സിസ്റ്റർ ആണെന്ന് പറയാണ്. പിന്നീട് അർച്ചനയും ദീപ്തിയും കൂടി അരിമലക്കുടിയിലെ കേസ് മാറ്റിവെച്ചതിന്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദീപ്തി എന്നിട്ട് പറയുന്നുണ്ട്, നമ്മളെക്കാൾ കൂടുതൽ പ്രതിയുടെ വക്കീലിനാണ് സമയം കിട്ടുന്നത്. നമ്മൾ എത്രയൊക്കെ വാദിച്ചാലും പ്രതികളുടെ വക്കീല് എത്രത്തോളം ക്രൂരമായിട്ടാണ് കോടതിയിൽ വാദിക്കുന്നത്. നമ്മുടെ കറുത്ത കോട്ട് പോലെ തന്നെയാണ് അവരുടെ മനസ്സും എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ആ കറുത്ത കോട്ടിനകത്ത് വെളുത്ത മനസ്സുള്ളവരുമുണ്ട് ദീപ്തി. അങ്ങനെ അർച്ചന പറയുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, ഞാൻ ആ വിജയ് ശങ്കറിനെയാണ് ഉദ്ദേശിച്ചത്. അയാൾ എന്തൊക്കെ ചോദ്യങ്ങളാണ് അനാവശ്യമായി ചോദിച്ചത്. അങ്ങനെ ദീപ്തി അർച്ചനയോട് പറയുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജയശങ്കറും വിജയ് ശങ്കറിന്റെ അസിസ്റ്റന്റും കൂടി വരുന്നത്. ജയശങ്കർ എന്നിട്ട് അർച്ചനയോട് ദീപ്തിയോടും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ജയിക്കാനാവില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ എന്ന് വിജയശങ്കർ പറയുമ്പോൾ അവിടെയുള്ള വക്കീല് പറയുന്നുണ്ട്, നിങ്ങൾ കാരണം കൊണ്ട് ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ വീട്ടുകാരുമാണ് നാണം കെടുന്നത്. എന്നിട്ട് അവർക്ക് നീതി കിട്ടുമോ? അതുമില്ല. ജന അസോസിയേറ്റ്സ് ഈ കേസ് ഏറ്റെടുത്ത് തന്നെ അതിജീവിതയെ അപമാനിക്കാനല്ലേ, ഇല്ലാത്ത നാണക്കേട് തന്നെ എന്ന് ആ വക്കീല് പറയുമ്പോ ദീപ്തി മറുപടി കൊടുക്കുന്നുണ്ട്. തലയുള്ളപ്പോ വാലിനോട് മറുപടി പറയേണ്ട ആവശ്യമില്ലല്ലോ. പണിയെടുക്കുന്നവര് രാജാവിനോട് രാജഭക്തി കാണിക്കും. ജന അസോസിയേറ്റ്സിന് വേണ്ടി ഞാൻ സ്വന്തമായി കേസ് വാദിക്കുന്നുണ്ട്. എന്നാൽ രവികുമാർ വാദിച്ച ഏതെങ്കിലും ഒരു കേസുണ്ടോ? മസ്തന്റെ പണിയെടുക്കുന്ന വക്കീലിനെ അടിമയല്ലാതെ പിന്നെന്താണ് വിളിക്കേണ്ടത് എന്ന് ദീപ്തി ചോദിക്കുമ്പോ വിജയശങ്കറിന് ദേഷ്യം വരികയാണ്. ജയശങ്കർ എന്നിട്ട് ദീപ്തിയോട് പറയുന്നുണ്ട്, ദേ അധികം സംസാരമൊന്നും ഇങ്ങോട്ടേക്ക് വേണ്ട. രവി പറഞ്ഞത് എന്താണെന്ന് അഹങ്കാരം പിടിച്ച നിങ്ങൾക്ക് മനസ്സിലാവില്ല, എന്നാൽ അർച്ചനയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ പണ്ടെപ്പോഴും നീ ഒരു കൊച്ചുകുട്ടിയെ പോലെ ചോദിക്കുമായിരുന്നില്ലേ, ഇതാണ് നിയമം, കോടതിയിൽ എന്താണ് നടക്കുന്നതെന്നൊക്കെ ഇപ്പൊ മനസ്സിലായോ? ഇതാണ് നിയമം, ആണ് കോടതി. അരിമലക്കുടിയിലെ കേസ് നിന്നെ തളർത്തും. ആ കേസിൽ ഇനി പിടിച്ചു നിൽക്കാനാവില്ല. പ്രതികളെ പുറത്തെടുക്കാൻ ഇട്ട എല്ലാ ലോക്കുകളും ഞാൻ തകർത്തു കഴിഞ്ഞു എന്ന് വിജയശങ്കർ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ആ ഓരോ ലോക്കുകളും ഓരോന്നായി തകർക്കുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. വീണ്ടും വേട്ടക്കാരോടൊപ്പം ഓടാനായിരുന്നല്ലോ നിങ്ങൾക്ക് ആവേശം. ഒരു വക്കീലായി നിങ്ങൾ നിയമപുസ്തകങ്ങളിൽ കണ്ണു നട്ടിരിക്കുമ്പോ ഈ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത്. അരിമലക്കുടി കേസിലെ പെൺകുട്ടിയെ പോലെ 2 പെൺമക്കൾ നിങ്ങൾക്കുമുണ്ട്. ആ 2 പെൺകുട്ടികളുടെ അച്ഛനാണ് നിങ്ങളെന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ വിജയശങ്കർ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി അങ്ങനെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.